ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കറി ഒഴിച്ചിട്ടോ കറി ഒഴിക്കാതെയോ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്നറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പൊട്ടുകടല നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ടാണ് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ച് ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി കരിഞ്ഞു പോവും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ അതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ചൂടായി കിട്ടുള്ളൂ. 1 മിനിറ്റ് മാത്രം ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ വെച്ചിരുന്നാൽ അതിൻ്റെ കളറൊക്കെ മാറി കരിഞ്ഞു പോവും. ഇപ്പോൾ ഞാനിത് മുഴുവനായും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഈ പൊട്ടുകടല നന്നായിട്ടൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ പൊട്ടുകടല നല്ല പോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പൊടി നല്ല നൈസായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് പൊടിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഈ ഒരു മിക്സ് ഇവിടെ മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഒരുപാട് നേരം ചൂടാക്കണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അത്രയും നേരം ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടായി കിട്ടുള്ളൂ. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അവൽ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ വെച്ചിരുന്നാൽ അതിൻ്റെ കളറൊക്കെ മാറി കരിഞ്ഞു പോവും. ഇനി ഇതൊരു പകുതി ചൂടാറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയൊരു ചൂടുണ്ടാകുമ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇനി പൊടിച്ചെടുത്ത അവലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ 2 പൊടിയും നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. അതുകൊണ്ട് നമുക്കിത് ഘട്ടം ഘട്ടമായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുത്ത് കറക്റ്റാക്കിയിട്ട് ഒരു പരുവത്തിനെടുക്കാൻ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളമാണ്. ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിരിക്കും. അതല്ല നമ്മളിത് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നതെങ്കിൽ വീണ്ടും വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കിയിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. മാവ് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയെടുത്തതിന് ശേഷം കറക്റ്റ് പരുവം ഇതാണ്. ഇതുപോലൊരു കയ്യിലുകൊണ്ട് കോരിയെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് റെഡിയായി കിട്ടേണ്ടത്. ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കരുത്. അപ്പോൾ പിന്നെ ചുട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇനി ഞാനിത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാനായിട്ട്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുമ്പോഴത്തേക്ക് കറി ഇല്ലാന്നുണ്ടെങ്കിലും വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. കറികളുടെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷവും വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഈ ഒരു ഭാഗവും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി നിങ്ങളെ വീട്ടിൽ അവലും പൊട്ടുകടലയൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്, മാത്രമല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചുട്ടു വെച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടിയാക്കി ചുടാതെ ഈ ഒരു പരുവത്തിൽ ചുട്ടെടുക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഞാൻ വീണ്ടും ഇതുപോലെ എടുത്തു പറയുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.